കയ്യിലാണെങ്കിൽ വേറെ പൈസയൊന്നുമില്ല, ചെറിയൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എന്താണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ്, അതുപോലെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് നിങ്ങൾ 2020 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും, പിന്നെ അതായത് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലുകൊണ്ട് മാത്രം നിങ്ങൾക്ക് 100% പ്രോഫിറ്റും കാര്യങ്ങളും ജനറേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അത് 100% ജെന്യൂൻ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്ത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇത് പ്രോപ്പർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് ഫുള്ള് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് ഡിജിറ്റൽ പ്രോഡക്റ്റ്, എങ്ങനെ സെല് ചെയ്യാനായിട്ട് പറ്റും, സോ വെബ്സൈറ്റിൽ എങ്ങനെ സെല് ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെ 100% പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ട ശേഷം മാത്രം ഡൗട്ടുകളൊക്കെ ചോദിക്കുക. സോ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചോദിക്കേണ്ട മറക്കണ്ട. അതുപോലെ തന്നെ ഫ്രീ ആയുള്ള മെന്റർഷിപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എന്നോട് അതുപോലെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇന്ററാക്ട് ചെയ്ത് ഗ്രോയിങ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കാണാൻ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് കാണാൻ ചെയ്യുള്ളൂ. 100% ചോറും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ, ആ യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് കാണാൻ ചെയ്യുള്ളൂ. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ആക്കാണ്ട് മറക്കണ്ട, ഫാമിലി ജോയിൻ ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് ആണ്. ഓക്കെ, സോ ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്തുകൊണ്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എങ്ങനെ സെല് ചെയ്യാനായിട്ട് പറ്റും. സോ എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു 2 വർഷത്തോളം ഞാൻ ഈ ഡിജിറ്റൽ പ്രോഡക്റ്റ് ഫീൽഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് സെല് ചെയ്യുന്ന ഒരാളാണ്. സോ അതിനുള്ള എക്സ്പീരിയൻസിൽ ഞാനൊരു PDF തയ്യാറാക്കിയിട്ടുണ്ട്. സോ അത് വെച്ച് ഞാൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് തരാം. ഓക്കെ, സോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് റെക്കോർഡ് ചെയ്ത് തരാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ അതൊക്കെ വെച്ച് ക്ലാസ് റെക്കോർഡ് ചെയ്ത് തരാം, അതായത് ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ലാഗൊന്നും എടുപ്പിക്കുന്നില്ല. സോ ഇതുപോലെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് മറക്കണ്ട. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയ വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് ഇവിടെ ഞാൻ തരാണ്ട് പോകുന്നത് ഒരു അഡ്വാൻസ് ഗൈഡും കാര്യങ്ങളൊക്കെയാണ്. സോ ഈ ഒരു ഗൈഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഡിജിറ്റൽ പ്രോഡക്റ്റ്, അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ സെല് ചെയ്യാൻ പറ്റും, സോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് എന്താണെന്ന് നോക്കാം. സോ ഓൺലൈൻ ബിസിനസ് ലോകത്ത് ഇത് ഏറ്റവും കൂടുതൽ ലാഭം നേടാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ്. അതായത് ഒരു 90 to 95% കമ്മീഷൻ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. പോട്ടെ ഒരു 80 to 90% കമ്മീഷനോളം നിങ്ങൾക്ക് ഈ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഫോൺ മാത്രം മതി നിങ്ങൾക്ക്, ഫോണും ഇന്റർനെറ്റും മാത്രം മതി ചെയ്യാനായിട്ട്. ടാബ്ലറ്റോ ലാപ്ടോപ്പോ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യണമെങ്കിൽ ഫോൺ മാത്രം മതി. ഓക്കെ, ഞാൻ ഫോൺ യൂസ് ചെയ്യുന്ന ചെയ്യുന്നത്. സോ ഫോൺ മാത്രം വെച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. യാതൊരുവിധ നമുക്ക് ഇൻവെന്ററി, അതായത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, 100% ലാഭം നേടാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ്. സോ ഇതിന് മെയിൻ എന്താണ് ഒരു അഡ്വാൻറ്റേജ് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. സോ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റ് പറഞ്ഞല്ലോ, മനസ്സിലായല്ലോ. സോ നമ്മൾ ഇന്നത്തെ ഈ 2026 തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ്. നിങ്ങൾക്ക് ഒരു 80 to 100% കമ്മീഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ എന്താണ് ഡിജിറ്റൽ പ്രോഡക്റ്റ്, അതായത് വാട്ട് ഈസ് ഡിജിറ്റൽ പ്രോഡക്റ്റ് ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കൈകൊണ്ട് തൊടാൻ കഴിയാത്ത, എന്നാൽ നമുക്ക് ഇന്റർനെറ്റ് വഴി ഡൗൺലോഡ് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയും. എന്താണ് ഈ ഒരു ഉൽപ്പന്നം, അതായത് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കൈകൊണ്ട് തൊടാൻ വേണ്ട, കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രം മതി. ഓക്കെ, നമുക്ക് ഓൺലൈനിലൂടെ വാങ്ങാനും വിൽക്കാനും പറ്റുന്ന സംഭവമാണ് നമുക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് ആയിട്ട് വരുന്നത്. അതായത് ഇതൊരു ഡിജിറ്റലും കാര്യങ്ങളൊക്കെയാണ്. സോ ഇത് ഒരു ഷൂ അല്ല, അതുപോലെ തന്നെ എന്താണ് ഒരു സാരി അല്ല, ഒരു ഫിസിക്കൽ പ്രോഡക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അതിനെ നമ്മൾ ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റും, ബട്ട് നമ്മളത് ഇന്റർനെറ്റിലൂടെ സെല് ചെയ്യാൻ പറ്റും, അങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കൈകൊണ്ട് തൊടാൻ കഴിയില്ല, ഇന്റർനെറ്റ് വഴി സെല് ചെയ്യാൻ പറ്റും, ഇന്റർനെറ്റ് വഴി കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇവ ഫിസിക്കൽ പ്രൊഡക്റ്റ് നമ്മൾ വരുന്നില്ല, അതായത് നമ്മളെ ഷൂവോ എന്താണ് വാച്ചോ ഫാനോ ഒന്നും വരുന്നില്ല. ഓക്കെ, ഷിപ്പിങ്ങും വരുന്നില്ല. പിന്നെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബുക്ക്, അതുപോലെ ഗൈഡ്, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, അതായത് നമ്മുടെ ഏതെങ്കിലും വിഷയത്തിലുള്ള PDF, അതൊക്കെ നമുക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റ് ആക്കാൻ പറ്റും. പിന്നെ ടെംപ്ലേറ്റ്സ് ആക്കാൻ പറ്റും, ഓൺലൈൻ കോഴ്സ് ആക്കാൻ പറ്റും, ഡിജിറ്റൽ ആർട്ട്, ഗ്രാഫിക്സ്, ഇതെല്ലാം നമുക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റ് വരുന്നതാണ്. പിന്നെ ഓഡിയോ, മ്യൂസിക്, സോ ഇതെല്ലാം ഡിജിറ്റൽ പ്രോഡക്റ്റ് വരുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മനസ്സിലാവത്തിനാണെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് കാണാം, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി കുറച്ച് കമന്റ്സ് വരുന്നുണ്ട്, ഞാൻ ഓൾറെഡി ലാഗ് അടുപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞ് ലാസ്റ്റ് നിങ്ങൾക്ക് കവർ ചെയ്യാം. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുകൂടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് കണ്ടാൽ മതി. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ 2026 എന്തുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ പ്രോഡക്റ്റ് ചൂസ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ 100% മാർജിൻ കിട്ടുന്നതായിരിക്കും. സോ നിങ്ങളൊരു വെബ്സൈറ്റ് യൂസ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 100% പ്രോഫിറ്റ് നിങ്ങൾക്ക് ഈ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗോടെ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ,
സോ ഒരു തവണ മാത്രം നിങ്ങൾ നിർമ്മിച്ചാൽ മതി. പിന്നീട് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം പോലെ വിൽക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. കാരണം ഒരു തവണ മാത്രം നമ്മുടെ ഫോണിൽ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, സോ നമുക്ക് വിൽക്കുമ്പോൾ ഇഷ്ടം പോലെ വിൽക്കാനായിട്ട് പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഈ ഒരു ഇ ബുക്ക് ഞാൻ ഉണ്ടാക്കി. ആ ഒരു ഇ ബുക്ക് എനിക്ക് ഇഷ്ടം പോലെ വിൽക്കാനായിട്ട് പറ്റും. കാരണം എൻ്റെ ആ ഒരു ഇ ബുക്ക് എൻ്റെ മൊബൈലിനകത്ത് ഉണ്ട്. എനിക്ക് ഇഷ്ടം പോലെ വിൽക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ 100% മാർജിൻ അതായത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു തവണ മാത്രം ഉണ്ടാക്കിയാൽ മതി, ഇഷ്ടം പോലെ സെല് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻവെന്ററി വരുന്നില്ല, ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല, അതായത് ഷിപ്പിംഗ് വരുന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യുന്നില്ല, എന്റെ കയ്യിൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ ഓൺലൈനിൽ മാത്രം ഇട്ടിരിക്കുന്നത്. അതായത് എന്റെ മൊബൈലിൽ ജസ്റ്റ് ചിലപ്പോൾ ഇതിനകത്ത് ഒരു 5 MB ആയിരിക്കും. സോ ഒരു 5 MB സ്റ്റോറേജിലാണ് എന്റെ ആ ഒരു ഇ ബുക്ക് കിടക്കുന്നത്. ഓക്കെ, ഞാൻ ഇത് കൈകൊണ്ട് വച്ചിട്ടുമില്ല. അതുപോലെ തന്നെ ഇപ്പൊ എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൺലൈൻ വഴി എന്റെ ഒരു വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. സോ ആ ഒരു വെബ്സൈറ്റ് ത്രൂ ഒരു മെമ്പർ ഒരു കസ്റ്റമർ അത് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി എനിക്ക് ക്യാഷും വരും. അതുപോലെ തന്നെ അവർക്ക് ആ ഡിജിറ്റൽ പ്രോഡക്റ്റ് പോവുകയും ചെയ്യും. ഓക്കെ, സാധനങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമോ അതായത് കൊറിയർ അയക്കാൻ പണമോ ആവശ്യമില്ല. സോ ദാറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ പാസീവ് ഇൻകം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ വെബ്സൈറ്റ് വഴി ഉൽപ്പന്നങ്ങൾ എന്താണ് വിൽപ്പന നടക്കും. സോ അതിനെയാണ് നമ്മൾ പറയുന്നത് ഓട്ടോമേറ്റഡ് സെയിൽസ്. ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ പിന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് വരുന്നില്ല. നമുക്ക് 0 ഇൻവെസ്റ്റ്മെന്റ് തന്നെ ഈ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരു രൂപ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യണമെങ്കിൽ നല്ല സംഭവം വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്ക് നോക്കിക്കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഗ്ലോബൽ ഓഡിയൻസ് നിങ്ങൾക്ക് ഇന്ത്യൻസിലോട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഓൾ വേൾഡ് അതായത് ഇന്റർനാഷണലിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങളൊരു ഇ ബുക്ക് ഇറക്കിയത് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് അതായത് നിങ്ങൾക്ക് ഇന്റർനാഷണലി ഈ സംഭവം നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇറക്കുമ്പോഴത്തേക്ക് ഒരു പ്രോബ്ലം സോൾവിംഗ് പ്രോഡക്റ്റ് ഇറക്കാം, അതിനുശേഷം സെല് ചെയ്യാം. എങ്ങനെ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് നിർമ്മിക്കാം, ഹൗ ടു ക്രിയേറ്റ് എ ഡിജിറ്റൽ പ്രോഡക്റ്റ്, അത് സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിലുള്ള ഫോണോ അല്ലെങ്കിൽ ലാപ്പ് ടാബ് ഇതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് സംഭവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നീഷ് സെലക്ട് ചെയ്യുക, അതായത് ഒരു വിഷയം തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു ഇ ബുക്ക് ആണെങ്കിൽ ഇ ബുക്ക്, കോഴ്സ് ആണെങ്കിൽ കോഴ്സ്, അതൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് അറിവുള്ളതോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ളതോ ഒരു വിഷയം തിരഞ്ഞെടുക്കുക. അതായത് നിങ്ങൾക്ക് ഒരു നോളജ് ഉണ്ട്, ഈ ഒരു സംഭവത്തിനെ കുറിച്ച് നോളജ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഒരു എഡിറ്റിംഗ് അറിയുന്ന ആളാണെങ്കിൽ ജസ്റ്റ് എഡിറ്റിങ്ങിനെ കുറിച്ചൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ആവശ്യമായുള്ള ഒരു വിഷയത്തെ പറ്റി അതായത് ഒരു പ്രോബ്ലം സോൾവിംഗ് ഉള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുക. ഉദാഹരണത്തിന് ഹൗ ടു ഗ്രോ ഓൺ ഇൻസ്റ്റാഗ്രാം, ഇതൊരു ഉദാഹരണം മാത്രമാണ്. അല്ലെങ്കിൽ മലയാളം റെസിപ്പി ഇ ബുക്ക്. ഓക്കെ, അതൊക്കെ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ആവശ്യമുള്ള സാധനമാണ്. പിന്നെ ക്യാൻവ ടെംപ്ലേറ്റ് ഫോർ സ്മോൾ ബിസിനസ്. ഓക്കെ, അതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനമാണ്. അതൊക്കെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് ടൂള് എങ്ങനെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാനായിട്ട് പറ്റും. നമുക്ക് ഇ ബുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഈ ഒരു മലയാളം റെസിപ്പി ഇ ബുക്ക് ആണെങ്കിൽ മലയാളം റെസിപ്പി സംഭവം നമുക്ക് ഇ ബുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗൈഡർ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ ഗൂഗിൾ ഡോക്സ് നിർമ്മിക്കാൻ പറ്റും, മൈക്രോസോഫ്റ്റ് വേർഡ് എന്താണ് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ ക്യാൻവ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ ടെംപ്ലേറ്റ്സ് നമുക്ക് ക്യാൻവയാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. പിന്നെ വീഡിയോ കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എഡിറ്റിംഗ് അറിയാമെങ്കിൽ ജസ്റ്റ് എഡിറ്റിംഗ് യൂസ് ചെയ്യുക, അതായത് ക്യാപ് കട്ട് യൂസ് ചെയ്യുക, ക്ലാസ് റെക്കോർഡ് ചെയ്യുക, പാർട്ടായിട്ട് എന്താണ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഡിസൈനിങ്, പാക്കേജ്, പ്രോഡക്റ്റ് കാണാൻ ആകർഷകമായിരിക്കണം, അതായത് പ്രോഡക്റ്റ് കാണാൻ ഒരു അടിപൊളി ലുക്ക് ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ പ്രൈസിങ് ചെയ്യുമല്ലോ, സോ പ്രൈസിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ ഒക്കെ നോക്കണം പ്രൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതിനായിട്ട് നമുക്ക് ക്യാൻവ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അടിപൊളി കവറപ്പ് ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ പ്രോഡക്റ്റ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാരിലേക്ക് എത്തിക്കണം. ഇതിനായിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പല പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ജംറോഡ് യൂസ് ചെയ്യാൻ പറ്റും. സോ ജംറോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ കാണിച്ചു തരാം ജംറോഡ്. ഓക്കെ, നമ്മുടെ ജംറോഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സെല് ചെയ്യാൻ പറ്റുന്ന, അതായത് എന്താണ് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ആക്കാൻ പറ്റും ജംറോഡ് യൂസ് ചെയ്ത്. സോ നിങ്ങൾക്ക് ജംറോഡിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാൻ പറ്റും. പാൻ കാർഡും കളഞ്ഞത് വേണ്ട എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ മുമ്പ് എപ്പോഴും ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയതാണ്, പാൻ കാർഡ് വേണ്ട തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ പ്രോയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സൂപ്പർ പ്രോയിലും അടിപൊളി വെബ്സൈറ്റും കാര്യങ്ങളൊക്കെയാണ്, ഞാൻ യൂസ് ചെയ്തതാണ്. സോ സൂപ്പർ പ്രോയിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജംറോഡ് യൂസ് ചെയ്യാൻ പറ്റും. അത് ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഏതെങ്കിലും ചെയ്യാൻ പറ്റും, അങ്ങനെ നിങ്ങൾക്ക് വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് നിങ്ങൾ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ജംറോഡ് യൂസ് ചെയ്യാൻ പറ്റും, എഡ്സ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻസ്റ്റാമോജോ, അങ്ങനെ പല സംഭവം യൂസ് ചെയ്യാൻ പറ്റും. സോ അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് ആ ഒരു PDF കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് നിങ്ങളിപ്പം സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സംഭവം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു ഇ ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഇപ്പോൾ ഒരു ക്ലയന്റ് വന്ന് എനിക്ക് ആ സംഭവം വേണം, ക്ലയന്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സ്കാനർ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പേയ്മെന്റുകളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഇ ബുക്കോ കോഴ്സോ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. സോ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ജംറോഡോ എഡ്സിയോ അല്ലെങ്കിൽ കോസ്മോഫീഡോ അതാണ് സൂപ്പർ പ്രൊഫൈൽ. ഓക്കെ, അല്ലെങ്കിൽ വേറെ സ്റ്റോറൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നോക്കാം. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്. അതായത് നമുക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തുകൊണ്ട് റീൽസ് അപ്ലോഡ് ആക്കാം. അതായത് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്ത് റീൽസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് കമന്റ് ഓട്ടോമാറ്റിക് സെറ്റ് ആക്കാൻ അറിയാമെങ്കിൽ ജസ്റ്റ് എന്താണ് ഒരു റീല് തയ്യാറാക്കാൻ ലാസ്റ്റ് പറയുക ഇന്ന വേർഡ് കമന്റ് ചെയ്താൽ ഈ ഒരു പ്രൊഡക്റ്റ് ലിങ്ക് DM ബോക്സ് വരുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് സെയിൽസിനായിട്ട് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ചെയ്യാനായിട്ടും പിൻട്രസ്റ്റ് വഴി ചെയ്യാനായിട്ട് പറ്റും. സോ പിൻട്രസ്റ്റ് യൂസ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ പല പല സംഭവം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഇതിനെക്കുറിച്ച് മെയിനായിട്ട് പറയുന്നത്. നമുക്ക് എന്താണ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു ഇ ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് സെയിൽസിനായിട്ട് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ തടി കുറയ്ക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഫോറാംസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു അത്യാവശ്യം ഒരു ബോർഡ് സെറ്റ് ആക്കാൻ പറ്റുന്നത്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇ ബുക്ക് തയ്യാറാക്കാൻ പറ്റും. സോ അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ജംറോഡ് യൂസ് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റിന് വിലയിടാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെയിൽസ് റേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് തന്നെയാണ് നിങ്ങൾക്ക് 2026 തന്നെ ഒരു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്താണ് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗൈഡും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലാവാത്തൊരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഓക്കെ, ബാക്ക് അടിച്ച് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാണ്ട് മറക്കണ്ട. ഓക്കെ, സോ വേറൊരു കാര്യം, നമ്മൾ ഇതിന്റെ ഒരു കോഴ്സ്, അതായത് ഇതിന്റെ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. അതായത് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിങ്. നിങ്ങൾക്ക് സെല്ലാക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ തരുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ പ്രോഡക്റ്റ് ക്രിയേറ്റ് ആക്കാൻ പറ്റും. സോ അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് 1-on-1 മെന്റർഷിപ്പ് കിട്ടുന്നുണ്ട്, ഫുൾ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് സെല്ലർ പ്രോഡക്റ്റ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഡിറ്റിംഗ് ടൂൾ തരുന്നുണ്ട്. ഇതൊക്കെ തരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ടെലഗ്രാം ID ഉണ്ട്. അതിൽ ഡിജിറ്റൽ എന്ന് സെൻഡ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 2026 നമുക്ക് എങ്ങനെ ഡിജിറ്റൽ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും, എന്താണ് ഡിജിറ്റൽ പ്രോഡക്റ്റ്, നമുക്ക് എല്ലാം പറഞ്ഞിരുന്നുണ്ട്. ഓക്കെ, സോ 0 ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലും കാര്യങ്ങളൊക്കെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റിൽ ഡൗട്ട് ചോദിക്കുക. അതുപോലെ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത ഫ്രണ്ട്സ് ഫാമിലി ജോയിനിങ് കാള ചെയ്ത് പവറും കാളൊക്കെ ആക്കുക. ഓക്കെ, സോ ഇതിൽ മികച്ച അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ആക്കേണ്ട മറക്കണ്ട, നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. സീ യു ഗൈസ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഡിജിറ്റൽ പ്രോഡക്റ്റ്, അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ആക്കാനായിട്ട് പറ്റും, ഏതൊക്കെ തന്നെ ഡിജിറ്റൽ പ്രോഡക്റ്റ് ഉണ്ട്, എങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ട് സെല് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് വെബ്സൈറ്റ് യൂസ് സെല്ലാക്കാൻ പറ്റും, അതുപോലെ എന്താണ് വെബ്സൈറ്റ് ഇല്ലാതൊക്കെ സെല് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് യൂസ് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഞാൻ സൂപ്പർ ലിങ്ക് കാര്യങ്ങൾ അക്കൗണ്ട് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൂപ്പർ രജിസ്റ്റർ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് ജംറോഡ് ആണെങ്കിൽ ജംറോഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ല നിങ്ങൾക്ക് എന്താണ് മാനുവലായിട്ട് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഏതും സെല് ചെയ്യാൻ പറ്റും. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടല്ലോ ഫ്രണ്ട്സ്, നന്ദിയുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലിയിൽ എന്താണ് ജോയിനിങ് കളാഴ്ച വെച്ചേക്കുക. ഡൗട്ടുകളൊക്കെ കമന്റ് ചോദിക്കേണ്ട മറക്കണ്ട. അപ്പൊ ഇതിൽ മികച്ച അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. സീ യു ഗൈസ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ആക്കാൻ മറക്കണ്ട. നമ്മൾ പറ്റുമെങ്കിൽ വീഡിയോ കാണാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.